നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗിന്റെ ബാലൻസ് പലർക്കും തെറ്റാതുണ്ട്. എങ്ങനെയാണ് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാതെ ഞാൻ ഓടിച്ചു തന്നെ അത് കാണിച്ചു തരാം. പല പല റോഡുകളുണ്ട്, ചെറിയ റോഡുകൾ ഉണ്ടാകും, വലിയ റോഡുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ വാഹനങ്ങൾ ഉണ്ടാകുന്ന സമയത്തും എങ്ങനെയാണ് സ്റ്റിയറിംഗിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് തിരിക്കേണ്ടത്, എത്രയും തിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പുതിയതായിട്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതേവഴിയാണ് കാണുന്നതെങ്കിൽ ജോ ഡ്രൈവ് എന്ന പേരിൽ അത് കണ്ടു കഴിഞ്ഞ് നിങ്ങൾ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ മാത്രം. കാരണം പലരും ലൈസൻസും കയ്യിലുണ്ടായിട്ടും വാഹനം വീട്ടിലുണ്ടായിട്ട് പോലും ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാത്ത പലരും ഉണ്ട്. കാരണം വീട്ടിൽ നിന്ന് എടുക്കുന്ന സമയത്ത് എത്ര സ്റ്റിയറിംഗ് തിരിക്കണം എന്ന് അറിയത്തില്ല. കാരണം ലെഫ്റ്റ് സൈഡിലെ മതിലിടിക്കും, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലെ മതിലിടിക്കും, സ്പേസ് കുറവാണ്. അപ്പൊ സ്റ്റിയറിംഗിന്റെ ബാലൻസ് കൃത്യമായിട്ട് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് പലർക്കും ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാറുണ്ട്. എങ്ങനെയാണ് കൃത്യമായിട്ട് സ്റ്റിയറിംഗിന്റെ ബാലൻസ് നമുക്ക് റോഡിലൂടെ പഠിച്ചെടുക്കാന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗിൽ ബലമായിട്ട് പിടിക്കരുത്. കാരണം നമുക്കിത് തിരിക്കാനുള്ള സാധനമാണ്. നമ്മൾ ബലമായിട്ട് പിടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിക്കാൻ കഴിയത്തില്ല. ഇപ്പൊ എന്റെ ഫ്രണ്ടിൽ ഒരു ടി റോഡ് ജംഗ്ഷൻ പോലാണ്. എനിക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. റൈറ്റിലേക്ക് പോകണമെങ്കിലും ലെഫ്റ്റിലേക്ക് പോകണമെങ്കിലും നമ്മൾ ഈ റോഡ് തീരുന്നിടം വരെ നമ്മുടെ സൈഡ് തന്നെ ചേർത്ത് തന്നെ പോവുക. എന്നിട്ട് നമ്മൾ രണ്ട് സൈഡിലും വാഹനങ്ങൾ കാണത്തക്ക പോലെ, അതായത് നമ്മുടെ ഷോൾഡർ വെച്ച് കാണത്തക്ക പോലെ നമ്മൾ വാഹനം കൊണ്ട് നിർത്തുക. എന്നിട്ട് നമ്മൾ അവിടെ നിർത്തിയ ശേഷം ഫസ്റ്റ് ഗിയർ ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് റൈറ്റിലേക്ക് പോകേണ്ടതായതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നോക്കി റൈറ്റ് സൈഡിൽ വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് പോകേണ്ടത് ആ സൈഡിലോട്ടാണ്. അപ്പൊ നമ്മൾ ഞാൻ നോക്കിക്കോണം, നിങ്ങൾ നോക്കിക്കോണം, ഞാൻ സ്റ്റിയറിംഗ് അധികം തിരിക്കുന്നതില്ല. വണ്ടികൾ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ നോക്കിക്കോണം, ഞാൻ അധികം തിരിക്കുന്നതില്ല. ഇപ്പൊ എനിക്ക് റൈറ്റിലേക്ക് പോകണമെന്ന് പലരും എന്ത് ചെയ്യും, ഇങ്ങനെ അങ്ങ് തിരിച്ചു വെക്കും. നിങ്ങൾ അങ്ങനെ തിരിച്ചു വെക്കരുത്. അപ്പൊ നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യാവൂ, നിങ്ങൾ തിരിക്കാവൂ. ഇപ്പൊ എനിക്ക് വണ്ടികളില്ല, ഞാൻ എടുക്കുകയാണ്, കണ്ട സ്വല്പം മാത്രം അങ്ങോട്ട് തിരിച്ചേ ഉള്ളൂ. കണ്ട ഓടിക്കേറി വരുന്നതനുസരിച്ച് നമുക്ക് ആ റോഡിലേക്ക് വരുന്നില്ല, സ്വല്പങ്ങൾ മാത്രം ഇങ്ങനെ കണ്ട കൃത്യമായിട്ട് കയറി വരും. കണ്ട അപ്പൊ വരുന്നതിന് എത്ര നമ്മൾ എന്ത് ചെയ്യാം, അത്ര സ്ട്രൈറ്റ് ആക്കി കൊടുക്കുക. കണ്ട കൃത്യമായിട്ട് നമ്മുടെ സൈഡിൽ തന്നെ നിന്ന് നമുക്ക് ഇതേപോലെ നമുക്ക് റൈറ്റിലേക്ക് പോകണമെങ്കിൽ കൃത്യമായിട്ട് തന്നെ ചെയ്യാം. അപ്പൊ ഞാൻ ഗിയർ മാറേണ്ടത് കൊണ്ട് ഞാൻ നമുക്കപ്പം വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ സ്റ്റിയറിംഗിൽ ബലം കൊടുക്കാൻ പാടില്ല. കാരണം നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഗിയർ മാറാനുണ്ട്. ഇപ്പൊ അടുത്ത ഗിയർ കൊടുക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കൈ കൊണ്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അത്ര ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചെയ്യത്തുള്ളൂ. ക്ലച്ച് ഓടുന്ന സമയത്തും ഗിയർ മാറുന്ന സമയത്തും ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകാൻ നമുക്ക് ഗിയർ ഇടാൻ പറ്റത്തുള്ളൂ. എനിക്കിപ്പോ സെക്കൻഡ് ഗിയർ കൊടുക്കണം. ഞാൻ സൈഡിലേക്കാക്കി ബലം കൊടുക്കാതെ ആശ്രമത്തിൽ മാറ്റി ക്ലച്ച് ഓട്ടി സെക്കൻഡ് ഗിയർ കൊടുത്തു. കണ്ടാ കൃത്യമായിട്ട് തന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നിന്നു വണ്ടി. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോയില്ല. അപ്പൊ നമ്മള് എല്ലാ ഗിയറും ഇട്ട് വണ്ടി ഓടിച്ചോണ്ട് പോകുന്നതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ സ്റ്റിയറിംഗിന്റെ ബാലൻസുകൾ കിട്ടാതെ. കാരണം ഈ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു നടക്കുന്ന സ്പീഡും ബാക്കി സ്പീഡൊക്കെ ഉള്ളൂ. അപ്പൊ അന്നേരം ആ ഒരു കൺട്രോൾ നമുക്ക് കിട്ടും. അതേ സമയത്ത് നമ്മള് മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ ഗിയറൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും സ്ലോയിൽ പോകാൻ പറ്റത്തില്ല, സ്പീഡിൽ പോകാൻ വേണം. അപ്പം സ്ട്രെയിറ്റ് റോഡ് അല്ലാത്തത് കൊണ്ടും റോഡ് ഇങ്ങനെ വളഞ്ഞ് കിടക്കുമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ ഒരു സ്പീഡിനനുസരിച്ച് നമുക്ക് സ്റ്റിയറിംഗ് നമുക്ക് പെട്ടെന്ന് നമുക്ക് തിരിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസുകൾ പെട്ടെന്ന് നമുക്ക് തെറ്റിപ്പോകുന്നത്. നിങ്ങൾ ഒരു കാരണവശാലോ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു വണ്ടി റോഡിലൂടെ ഇങ്ങനെ ഓടിച്ചോണ്ട് പോകുന്ന സമയത്ത് എല്ലാ ഗിയറും ഇട്ട് നമുക്കൊരു ബാലൻസ് ആകുന്നിടം വരെ എല്ലാ ഗിയറും ഇട്ട് ഓടിക്കരുത്. ഇപ്പൊ എനിക്ക് തേർഡ് ഗിയർ കൊടുക്കണം, ഞാൻ ഒന്ന് ആസേർട്ട് കൊടുത്തു, എന്നിട്ട് എന്റെ സൈഡിൽ തന്നെ ആക്കി ബലം കൊടുക്കാത്ത സ്റ്റിയറിംഗിൽ വിട്ടിട്ട് ആ കൈ കണ്ട ഗിയറിലേക്ക് പിടിച്ചു, ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ കൊടുത്തു. കണ്ട ആ സമയത്തൊന്നും എന്റെ വണ്ടി ലെഫ്റ്റ് സൈഡിൽ നിന്ന് എന്ത് ചെയ്തില്ല, റൈറ്റ് സൈഡിലോട്ട് പോകുന്നില്ല. അപ്പൊ നമ്മുടെ സൈഡിൽ തന്നെ ആണെന്ന് ഉറപ്പ് വരുന്നതിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, ഗിയർ ഇടാവൂ. പലരും എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ റോഡിലേക്ക് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ 3-4 പെട്ടെന്ന് ഇടാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്യിലാണ് വണ്ടി, നമ്മുടെ നിയന്ത്രണത്തിലാണ് വണ്ടി, നമ്മുടെ സൈഡിലാണ് വണ്ടി എന്നൊന്നും മനസ്സിലാക്കാതാണ് ഇതിന്റെ പെട്ടെന്ന് 5 ഇടുന്നത്. ഈ 5 ഇട്ട് കഴിഞ്ഞാലോ എന്നാ ഒന്ന് ഡൗൺ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പെട്ടെന്ന് അവർക്ക് ധാരണയില്ല. ഇപ്പൊ എന്റെ ഫ്രണ്ടിൽ ഒരു ഹമ്പുണ്ട്, ഞാൻ ബ്രേക്കിൽ ഒന്ന് സ്ലോ ചെയ്തു, അപ്പൊ ഒരു വാക്കിംഗ് സ്പീഡായി, ക്ലച്ചൂടെ ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുത്തു. കണ്ടാ അപ്പൊ ഈ സമയത്തൊന്നും എന്റെ സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകുന്നില്ല. അപ്പം നമുക്ക് ഈ റോഡിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കണ്ടാ ഒരു റോഡിന്റെ ഈ ഒരു അറ്റത്ത് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടച്ചിങ്ങേ ഉള്ളൂ. കണ്ടാ സെന്ററിലേക്ക് ചെന്ന് കഴിഞ്ഞു. കണ്ടാ നമുക്കപ്പൊ റോഡിലേക്ക് ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഇതാണ് ഒരു കാൽ ഭാഗത്തിൽ കൂടെ 4 ആയിട്ട് എടുക്കുക. കണ്ടാ
ഒരു സ്റ്റിയറിംഗിന്റെ ഒരു ഭാഗം 4 എടുക്കും. അപ്പൊ ആ ഒരു കാൽഭാഗത്തിന് ഒരു ഭാഗം പോലും ഇല്ല നമുക്ക് റോഡിൽ കൂടെ നമ്മളിങ്ങനെ ഓടിച്ചോണ്ട് പോകുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കാൻ വേണ്ടി. അല്ല നമ്മള് ഒരു വളവ് കണ്ടോണ്ട് പലരും എന്ത് ചെയ്യും, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ടിലൊരു വളവാണ്, എന്ത് ചെയ്യും, എത്രയും തിരിക്കണം, അവിടെ ചെല്ലുമ്പോൾ എത്രയും തിരിക്കണം, ഇതൊക്കെ ആലോചിച്ചോട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ സൈഡിൽ കൂടെ ഇപ്പൊ ഒരു വളവ് വന്നു നിൽക്കണം, എന്റെ സൈഡിൽ കൂടെ തന്നെയാണ് ഞാൻ പോകുന്നത്, കണ്ടാ. അപ്പൊ ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊരു ടച്ച് ചെയ്ത് കൊടുത്തോണ്ട് പോകുന്നേ ഉള്ളൂ. കൃത്യമായിട്ട് ആ വളവ് എന്ത് ചെയ്തു, ആ സൈഡ് ചേർന്ന് തന്നെ കറക്റ്റ് ആയിട്ട് പോകുന്നു. അപ്പൊ നമുക്ക് ഈ കറക്റ്റായിട്ട് ഈ നമ്മുടെ സൈഡിൽ തന്നെ ചേർന്ന് ഏതൊരു വളവിനും പോയി കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടി ഒരു ഓൺ അടിച്ചാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. അവർക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇതാ ഇപ്പൊ കയറി പോയതുപോലെ കയറി പൊക്കോളും. അല്ലാതെ പലരും ഈ വണ്ടി മുന്നോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഈ സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാനുള്ളത് കാരണം, കൺട്രോൾ കിട്ടാത്തതിന്റെ കാരണം, വണ്ടി മുന്നോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഓണടി കേട്ടാൽ ഇങ്ങനെ ശ്രദ്ധ മൊത്തം ബാക്കിലേക്കായിരിക്കും. അപ്പൊ നമ്മുടെ വണ്ടി ബാക്ക് ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ സൈഡിൽ നിന്ന് എങ്ങോട്ട് പോകുന്നെന്ന് കൃത്യമായിട്ട് ആർക്കും മനസ്സിലാകത്തില്ല. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ അങ്ങ് പോകും. അപ്പൊ നമ്മൾക്ക് സ്റ്റിയറിംഗിൽ ഒരു കാരണവശാലും ബലം കൊടുക്കാതെ എന്ത് ചെയ്യാ, നിങ്ങൾ നമ്മുടെ സൈഡിൽ തന്നെയാണെന്ന് ഉറപ്പ്. അപ്പൊ ഗിയറുകളെല്ലാം വലിച്ചിടാതെ നമ്മുടെ സൈഡിൽ തന്നെ ആണെന്ന് ഉറപ്പ് വരുത്തി നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എങ്ങോട്ടും പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഗിയർ മാറി മാറി നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഇപ്പൊ എനിക്ക് 3rd ഗിയർ കൊടുക്കണം, ഞാൻ ആക്സിലേറ്ററിൽ സ്വല്പം ഒന്ന് കൊടുത്ത് ആക്സിലേറ്ററിൽ മാറ്റി ആ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് എന്നെ കണ്ട എന്റെ സൈഡിൽ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഞാൻ ഗിയറിലേക്ക് കൈ പോകുന്നത്. എന്റെ സൈഡിൽ തന്നെയാണ്, ആക്സിലേറ്ററിൽ മാറ്റി ക്ലച്ച് ചവിട്ടി 3rd ഗിയർ കൊടുത്തു. ആ സമയത്തൊന്നും കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തില്ല, വണ്ടി പോകുന്നില്ല. നമ്മൾ ബലത്തിന് എന്ത് ചെയ്യരുത്, നമ്മൾ സ്റ്റിയറിംഗിൽ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, ഗിയർ മാറുമോ ഒന്ന് ശ്രമിക്കുകയേ ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു കാരണവശാലും നിങ്ങൾ സ്റ്റിയറിംഗിലേക്ക് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ തിരിക്കരുത്. കാരണം നമ്മൾ ഈ സ്റ്റിയറിംഗിലേക്ക് നോക്കി പലരും എന്ത് ചെയ്യും, ഈ ഒരു ഭാഗത്ത് നിന്ന് ഇത് നേരെ താഴെയാണോ നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഇപ്പൊ നമുക്ക് നേരെയാക്കി പോകണം. അപ്പൊ ഇത് നേരെ താഴെയാണോ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകും. അപ്പൊ ഒന്ന് നേരെയാക്കി ഇപ്പൊ നേരെയാണെന്ന് കണ്ടു, അപ്പൊ ഇങ്ങനെ മുന്നോട്ട് നോക്കി കഴിയുമ്പോഴത്തേന് ആ റോഡ് എപ്പോഴും നമുക്ക് സ്ട്രൈറ്റ് അല്ലാത്തതുകൊണ്ട് മുന്നോട്ട് നോക്കി കഴിയുമ്പോഴത്തേന് ഏതൊരു ഭാഗത്ത് എഴുതണ്ട, ഇതിപ്പോ നേരെയാണ്, വണ്ടി പോകുന്നത് എങ്ങോട്ടാന്ന് നോക്കി, ഇത് അങ്ങോട്ടാണ്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് ആക്കി കൊടുക്കണമെങ്കിലും വണ്ടി നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിക്കൊണ്ട് പോയാലേ എന്ത് ചെയ്തുള്ളൂ, നമുക്ക് ആ ലെവലിന് ഒരു റോഡിനനുസരിച്ച് നമുക്കൊരു വണ്ടി ഓടിക്കാൻ കഴിയത്തുള്ളൂ. അല്ല നമ്മൾ ഇത് നേരെ താഴെയാണെന്നും പറഞ്ഞ് നമ്മൾ റോഡിലൂടെ ഓടിച്ചോണ്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് റോഡ് ആകണമെന്നില്ല. ഇത് കണ്ട ഇപ്പൊ ഇങ്ങോട്ട് മാറിയ വണ്ടിയെ ഇങ്ങോട്ടാക്കണം, ഈ ഒരു സാധനം ഇങ്ങോട്ട് മാറിയാലേ പറ്റുള്ളൂ. കണ്ട അപ്പൊ ആ ലെവല് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അതായത് സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ലെവല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ നമുക്ക് ഈ ഒരു അടയാളം വെച്ച് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി ഓടിക്കാൻ കഴിയുകയില്ല. ഇപ്പൊ എനിക്ക് ഫ്രണ്ടിൽ ഒരു റൗണ്ടാനയുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഞാൻ ആ റൗണ്ടാന പോലും എത്രയാണ് സ്റ്റിയറിംഗ് തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇപ്പൊ നമുക്ക് ഏത് റോഡിലേക്ക് പോകണമെങ്കിലും നമ്മുടെ സൈഡ് ലെഫ്റ്റ് സൈഡ് ആണ്. അപ്പൊ ആ റൗണ്ടാനയ്ക്കൂടെ എനിക്ക് പോകേണ്ട റോഡിൽ ഞാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇപ്പൊ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ റൈറ്റിലേക്ക് റൗണ്ടാന പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സൈഡിൽ തന്നെയാണ്. കേട്ടാ ഈ ഒരു സൈഡിൽ തന്നെ വേണ്ട സ്റ്റിയറിംഗ് എത്ര തിരിക്കുന്നത് നിങ്ങൾ നോക്കിയാണ്ട, ചെറുതായിട്ട് ടച്ച് ചെയ്തേ കൊടുക്കുന്നുള്ളൂ. അങ്ങോട്ട് ഓടി കയറി വരുന്നതിനനുസരിച്ച് നമുക്ക് വരുന്നില്ലെങ്കിൽ മാത്രം തിരിച്ചാൽ മതി. ഇപ്പൊ ആ റൗണ്ടാനെ കൂടെ തന്നെ ഈ ഒരു ഒടിവിന് തന്നെ പോകും. കണ്ടാ കൃത്യമായിട്ട് തന്നെ ഒടിവിന് പോകുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് എങ്ങനെ കയറി വരുന്നതനുസരിച്ച് നമുക്ക് അഥവാ വരുന്നില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. ആ വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാ, നമ്മള് നിവർത്തി കൊടുക്കുക. കണ്ടാ എനിക്കിപ്പോ ലെഫ്റ്റിലേക്ക് പോകേണ്ടതായിട്ട് ഞാൻ സ്വല്പം ആക്കി കൊടുത്തു. കണ്ടാ ഇതാണ്, ഇത്രയേ ഉള്ളൂ. നമുക്ക് ആ റൗണ്ടാനെ എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ. അപ്പം നിങ്ങൾ നോക്കിയപ്പോ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി, നമുക്ക് ഒരു റൗണ്ട് പോലും ഒരു സ്റ്റിയറിംഗിൽ എന്ത് ചെയ്യുന്നില്ല. നമ്മൾ റോഡിലൂടെ ഓടിച്ചോണ്ട് പോകുന്ന സമയത്ത് വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തിരിക്കാനില്ല. കാരണം നമ്മൾ ഒരു അടയാളം നോക്കിക്കഴിഞ്ഞാൽ, ഒരു അളവ് നോക്കിക്കഴിഞ്ഞാൽ, ഒരു സ്ട്രെയിറ്റിൽ നിന്ന് ഒരു അങ്ങേ അറ്റത്ത് ലോക്ക് അല്ലെങ്കിൽ ലോക്കി നമ്മുടെ സെന്ററിലേക്ക് അത് പകുതിക്ക് വരുന്നത് തന്നെ ഒരു 1.5-2 തിരിച്ചാലേ നമുക്ക് സ്ട്രെയിറ്റ് ആകത്തുള്ളൂ. അപ്പൊ അത്രയും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അത്രയും പോലും ഒരു റോഡിൽ കൂടെ ഓടിച്ചോണ്ട് പോകുന്ന സമയത്ത് നമുക്ക് തിരിക്കാനില്ല. നല്ല ടേണിങ്ങിലും കാര്യങ്ങളിലും ഒക്കെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു വണ്ടി തിരിക്കാൻ നേരം മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് നമ്മൾ സ്റ്റിയറിംഗ്. ഇപ്പൊ ഒരു വണ്ടി ഫ്രണ്ടിലുണ്ട്, ഇതാണല്ലേ, അവിടെ നിന്ന് ഒരു വണ്ടി ഉണ്ട്, ഞാൻ ചെറുതായിട്ട് ടച്ച് ചെയ്തു, ആ വണ്ടിയെ മാറി, എന്നിട്ട് അങ്ങോട്ട് മാറിയ ശേഷം വീണ്ടും അത്രയും പിടിച്ചു. കേട്ടാ നമ്മുടെ സൈഡിൽ തന്നെ വന്നു. അപ്പൊ നമുക്ക് ഒരു കാൽഭാഗം മാത്രമേ എന്ത് ചെയ്തുള്ളൂ, അങ്ങോട്ട് മാറ്റി അത്രയും തിരിച്ചു പിടിച്ചു. അപ്പൊ നമുക്ക് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്തത്, ആ സമയത്ത് ഇങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ സ്റ്റിയറിംഗ് അങ്ങനെ തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് റൈറ്റിലേക്ക് പോകുന്നതും. അതുപോലെ തന്നെ റൈറ്റിലേക്ക് പോയ വണ്ടി ഇങ്ങോട്ട് നേരെയാക്കാൻ സമയത്ത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കാരണം എത്രയും തിരിച്ചോടണം, അത്രയും തിരിച്ചതിന് അത്രയും തിരിച്ചു പിടിക്കത്തില്ല പലരും. അതുകൊണ്ട് എന്ത് ചെയ്യും, വണ്ടി വരാതിരിക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടില്ല, റോഡിൽ കൂടെ ഓടിച്ചോണ്ട് പോകുന്ന സമയത്ത് ചെറിയൊരു ടച്ചിങ്ങേ ഉള്ളൂ. ഇപ്പം വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ റൈറ്റിലേക്ക് പിടിച്ച് കാണിച്ചു തരാം. ഇത് കണ്ട ഇവിടെ സ്ട്രൈറ്റ് ആണ് നമ്മുടെ സൈഡിൽ കൂടെ തന്നെ പോകുന്ന വണ്ടി. ഞാൻ ഇത്രയും ഒന്ന് പിടിച്ചപ്പോൾ തന്നെ കണ്ട വണ്ടി എങ്ങോട്ട് പോയി, കണ്ട റൈറ്റ് സൈഡിലേക്ക് പോയി. എന്നിട്ട് നമുക്ക് അത്രയും തിരിച്ചാൽ മാത്രമായിട്ട് വരത്തില്ല, സ്വല്പം അത്രയും കൂടെ കുറച്ചുകൂടെ പിടിക്കണം, അന്നേരം വരും. അപ്പൊ വന്നതിന് ശേഷം എന്ത് ചെയ്യാം, അത്ര നമ്മൾ നേരെയാക്കുക. കണ്ട നമ്മുടെ സൈഡിൽ കൂടെ തന്നെ വണ്ടി വരും.
അപ്പൊ നമുക്ക് ഈ ഒരു വണ്ടി ഓടിച്ചോണ്ട് പോകുന്ന സമയത്താണ് നമ്മുടെ സൈഡിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ടച്ചിങ് മാത്രമേ ഉള്ളൂ. നമുക്ക് എത്രയാണോ നമുക്ക് സ്പേസ് ലെഫ്റ്റ് സൈഡിലേക്ക് അടുക്കാനുള്ള ആ ഒരു സ്പേസിനനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക, ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക, നമ്മുടെ സൈഡിൽ തന്നെ വരും. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു റോഡിലൂടെ വണ്ടി ഓടിച്ചോണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ സൈഡ് ലെഫ്റ്റ് സൈഡ് ആണെന്നുള്ളത്. അപ്പൊ നമ്മുടെ സൈഡ് തന്നെ ഇതുപോലെ ഉണ്ടാവും. ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ടച്ചിങ് മാത്രമേ ഉള്ളൂ, ഒരു സ്റ്റിയറിങ്. ഇനിയിപ്പോ ഞാൻ ഒരു ജംഗ്ഷനിൽ നമുക്ക് ലെഫ്റ്റിലേക്ക് തിരിയണം. ആ സമയത്ത് ഇപ്പൊ നമ്മൾ റൈറ്റ് കണ്ടു, നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞപ്പോൾ എങ്ങനെയാണ് സ്റ്റിയറിംഗ് തിരിച്ചെന്നുള്ളത്. ഇനി ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന്, ഞാനിപ്പോ എനിക്ക് ഫ്രണ്ടിൽ ഒരു ലെഫ്റ്റ് സൈഡ് ഉണ്ട്, ആ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഞാൻ കാണിച്ചു തരാം എവിടെ വരുമ്പോഴാണ് നമ്മൾ തിരിക്കേണ്ടതെന്നും പിന്നെ അതുപോലെ തന്നെ എത്ര തിരിക്കണം എന്നുള്ളതും ഞാനത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ നോക്കിയിരിക്കുക. അപ്പൊ ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി, വാഹനം ഓടിക്കണമെന്ന് അതിയെ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ, നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് ഞാൻ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഫ്രണ്ടിൽ ഒരു ലെഫ്റ്റ് സൈഡ് ഉണ്ട്. എന്ത് ചെയ്യുന്നു, നമ്മൾ സ്ലോ ചെയ്തു, സെക്കൻഡ് ഗിയർ കൊടുത്തു. നമുക്ക് ആ ലെഫ്റ്റ് സൈഡ് കാണുന്നതിനനുസരിച്ച് കണ്ട, ലെഫ്റ്റ് സൈഡ് കാണുന്നതിനനുസരിച്ച് നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. കണ്ട, തിരിച്ചു കൊടുത്ത് നമ്മുടെ ഭാഗം ഇവിടോട്ട് വരണം, എന്നാൽ മാത്രമേ നമ്മുടെ സൈഡിലേക്ക് വരത്തുള്ളൂ. അത് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, തിരിച്ചു പിടിച്ചു. കാരണം നമുക്ക് ലെഫ്റ്റിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും ഒടിയാനുള്ളത്. കാരണം നമുക്ക് റൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സർക്കിൾ രീതിയിൽ അല്ലെങ്കിൽ മഴവില്ല രീതിയിൽ നമുക്ക് എടുത്താൽ മതി. അതേ സമയത്ത് നമുക്ക് ലെഫ്റ്റിലേക്ക് പോകണമെങ്കിലോ എൽ ഷേപ്പിൽ പിടിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഒരിക്കലും നമുക്ക് ഫുള്ള് തിരിച്ചാൽ പോലും നമ്മുടെ വണ്ടി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും തിരിക്കാനുള്ളത്. പലരും എന്ത് ചെയ്യും, ഈ ലെഫ്റ്റിലേക്ക് പോകാനുള്ളിടത്തത് എന്ത് ചെയ്യും, സ്വല്പം തിരിച്ചു വെക്കും. അതുകൊണ്ടാണ് റൈറ്റ് സൈഡിലേക്ക് പോയേച്ച് പിന്നെ നമ്മൾ തിരിക്കേണ്ടി വരുന്നത്. റൈറ്റ് സൈഡിലോട്ട് പോകണമെങ്കിലോ എല്ലാവരും ഫുൾ അങ്ങ് തിരിച്ചു വെക്കും. അതുകൊണ്ടാണ് റൈറ്റ് സൈഡിലോട്ട് പോയിട്ട് നമുക്ക് ലെഫ്റ്റിലേക്ക് ആക്കേണ്ടി വരുന്നത്. നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മളെ പലരും പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് 1-2 പ്രാക്ടീസ് പോയതിൽ പ്രായം കൊണ്ടായിരിക്കും, നിർത്തിക്കോ എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നു, നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം, 70, 75, 80 വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ലൈസൻസും വാഹനവും വീട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ട് നമ്മളെ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാൻ മടിക്കുന്നു? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ്, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ ഞാൻ പ്രാക്ടീസ് ഉള്ളത്. പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കും, ഇന്ന സ്ഥലത്താണ്, ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് വരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കേരളത്തിലാണ്, ഏത് ജില്ലയിലായിരുന്നാലും എന്റെ ജില്ല നിങ്ങൾ ഏതാണ്ട് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഈ ഒരു ടി ജംഗ്ഷനിലേക്ക് വീണ്ടും ചെല്ലുകയാണ്. അപ്പൊ ആ ജംഗ്ഷനിലേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് പോകേണ്ടത് റൈറ്റ് ആണ്. അപ്പൊ നിങ്ങൾ വീണ്ടും ഒന്ന് മനസ്സിലാക്കുക. കാരണം നമ്മൾ റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും എത്ര തിരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഇവിടുന്ന് പോകുന്നതും അവിടെ ചെല്ലുമ്പോൾ ചെയ്യുന്നതും നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നമുക്ക് ഒരു റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ആണ്, ഞാനിപ്പോ ലെഫ്റ്റ് സൈഡ് കൂടെ തന്നെ ആക്കിക്കൊണ്ട് പോകുന്നു. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അത്രയും വീതി ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സെന്ററിലേക്ക് ആക്കി കൊടുക്കുക. കാരണം നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കണ്ട, റൈറ്റ് സൈഡിലേക്ക് ആക്കണം, നമ്മൾ സെന്ററിലേക്ക് ആക്കി. ഈ സെന്ററിലേക്ക് ആക്കിയപ്പോഴേ എന്റെ വണ്ടി സ്ട്രൈറ്റ് തന്നെയാണ് പോകുന്നത്. കേട്ടാ, സെന്ററിലാക്കിയിട്ട് സ്ട്രൈറ്റ് ആണ് പോകുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി, 2 സൈഡിലും വണ്ടി ഇല്ലാന്ന് മനസ്സിലാക്കുക. നമ്മള് ഒരു പോക്കറ്റ് റോഡിൽ നിന്നായാലും മെയിൻ റോഡിൽ നിന്നായാലും എവിടെ ആയാലും നമുക്ക് ടി ജംഗ്ഷനോട് ചെല്ലുന്ന സമയത്ത് നമുക്ക് 2 സൈഡിലും വണ്ടി ഇല്ലെങ്കിൽ മാത്രം നമുക്ക് അവരുടെ സമ്മതം ഉണ്ടെങ്കിൽ, വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വെച്ചാൽ അവരുടെ സമ്മതം ഉണ്ടെങ്കിൽ നമുക്ക് ആ റോഡിലേക്ക് കയറാൻ കഴിയത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോണം, ഇപ്പൊ അവിടെ വണ്ടിയില്ല, ഇവിടെ വണ്ടിയില്ല, ഞാൻ തിരിക്കുന്നത് നോക്കിക്കോണം. ഞാൻ ഇപ്പൊ ഇത്രയും തിരിച്ചു, കണ്ടോ, ഇത്രയും തിരിച്ചത് അങ്ങോട്ട് കയറുന്നു, കണ്ടാ, നമ്മുടെ സൈഡിലേക്ക് തന്നെ വന്നു. സൈഡിലേക്ക് വന്നു, സ്വല്പം ആക്കി കൊടുത്തു. കാരണം കുറച്ചുകൂടെ വരാനുണ്ട്, സ്വല്പം ആക്കി കൊടുത്തു. അപ്പൊ വന്നതിന് ശേഷം എന്ത് ചെയ്തു, അത്ര ഒന്ന് തിരിച്ചു, അത്ര ഒന്നും തിരിച്ചു, കേട്ടാ, വണ്ടി നേരെ. അപ്പൊ നമുക്ക് ഒരു റൗണ്ട് പോലും എന്ത് ചെയ്യുന്നില്ല, റൈറ്റ് സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിവ് വരുന്നില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചതും പറഞ്ഞതും ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളെ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്റ്റിയറിംഗിൽ നിങ്ങൾ ബലം കൊടുക്കാതെ. അപ്പൊ നമുക്ക് ഒരു കൈ കൊണ്ട് നിങ്ങൾ ഓടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൈ കൊണ്ടുള്ള ബാലൻസ് ആകണം. കാരണം വെച്ചാൽ നമുക്ക് ഗിയർ മാറാനുണ്ട്. അപ്പൊ ആ സമയത്ത് പലരും എന്ത് ചെയ്യും, ഗിയറിലേക്ക് കൈ പോകുന്ന സമയത്ത് സ്റ്റിയറിംഗിന്റെ ബലം പിടിച്ചുകൊണ്ടായിരിക്കും ഗിയർ മാറുന്നത്. അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും തിരിച്ചു വെച്ചുകൊണ്ടായിരിക്കും ഗിയർ മാറുന്നത്. അപ്പൊ കൈക്ക് ബാലൻസ് കിട്ടാതെ വരും. അപ്പൊ നമുക്ക് ഒരു കൈ കൊണ്ട് ഇതുപോലെ നിങ്ങളൊന്ന് ബാലൻസ് ആക്കാൻ ഐഡിയയും കിട്ടും. ഞാൻ തിരിച്ചാൽ വരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ തിരിക്കാത്തതുകൊണ്ടാണല്ലോ വരാത്തതൊക്കെയുള്ള കാര്യങ്ങളും അതിന്റെ ഐഡിയ ഒക്കെ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ഉള്ളിടത്ത് പോയി ഒന്ന് ബാലൻസ് ആയതിനു ശേഷം എന്ത് ചെയ്യാം, വലിയ വളവുകളൊന്നും ഇല്ലാത്ത ചെറിയ ചെറിയ വളവുകളുള്ള സ്ഥലത്ത് നിങ്ങൾ ഇതേ രീതിയിൽ ചെറിയൊരു ടച്ച് ഉള്ളത് മാത്രം മിനിമം വരുന്നുണ്ടോ, കേട്ടോ,
അപ്പൊ നമുക്ക് വലിയ തിരിവോ കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ റോഡിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ക്യാമറയിൽ ഇപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ ചെറിയൊരു വളവോ കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് ആ റോഡിനനുസരിച്ച് നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കേണ്ട ഒരു കാര്യവും വരുന്നില്ല. ചെറിയ ചെറിയ ടച്ചുകളോ കാര്യങ്ങളോ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചതും പറഞ്ഞതും വ്യക്തമായി വിചാരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് അല്ലെങ്കിൽ ഇന്ന ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സ് എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.